സ്ഥാനാർത്ഥി നിർണയ ചർച്ചകളൊക്കെ ഇത്ര വൈകിപ്പിച്ച് അതൊരു ആശയക്കുഴപ്പത്തിലാക്കിയത് പ്രവർത്തകർക്ക് വലിയൊരു നീ കുറേ കാലം റിപ്പോർട്ട് ചെയ്തതല്ലേ. നിങ്ങൾ ഞങ്ങളെ തന്നെ ഇങ്ങനെ ചൊറിഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്തിനാണ് എനിക്ക് മനസ്സിലാകുന്നത്. എവിടെയാണ് വൈകിയത് സ്ഥാനാർത്ഥി നിർണയ ചർച്ച? നിങ്ങൾ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ നടപടിയാണ്. അതും ഡീലാണോ എന്ന് എനിക്ക് സംശയമുണ്ട്. ഡിക്ലറേഷനും നോമിനേഷനും തമ്മിൽ ഒരു ദിവസം പോലും വ്യത്യാസമില്ലാതെ താങ്കൾ ഒരുപാട് ഡൽഹി പ്രവർത്തിച്ചതല്ലേ, ഒരുപാട് സ്റ്റേറ്റിലെ ഇലക്ഷൻ കണ്ടതല്ലേ. എവിടെയെങ്കിലും ഉണ്ടായിട്ടുണ്ടോ ഡിക്ലറേഷനും നോമിനേഷനും ഒരു ദിവസം തൊട്ടിട്ട്? തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇതുപോലെ തിരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിൽ ദുരൂഹത നടത്തിയ ഒരു കാലം ഉണ്ടായിട്ടില്ല. ആകെ നിങ്ങൾ എത്ര ദിവസമുണ്ട് ഇപ്പോൾ നോക്കിയേ. ഇപ്പോൾ നോമിനേഷൻ തീരുന്നത് 23-ാം തീയതി, വിഡ്രോവൽ 26-ാം തീയതി, 7-ാം തീയതി പ്രചരണം അവസാനിച്ചു. 26-ഉം 10-ഉം 6, 11 ദിവസം. ഇതിനിടയിൽ ദുഃഖ വെള്ളിയാഴ്ചയുണ്ട്, ഇതിനിടയിൽ ഈസ്റ്ററുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഈ ദിവസങ്ങൾ കൂട്ടിയാണ് പെരുന്നാൾ കഴിഞ്ഞു. അപ്പോൾ ഫലത്തിൽ 10 ദിവസം പോലും ഇല്ല ഒരു സ്ഥാനാർത്ഥിക്ക് പ്രചരണം നടത്താൻ. ഇങ്ങനെ ഉണ്ടാവുന്ന ആരെങ്കിലും ധരിച്ചിരുന്നോ? ഞങ്ങൾക്ക് ധാരണയില്ലായിരുന്നു. ഞങ്ങൾ വ്യക്തമായിട്ടും ധാരണയോടുകൂടി സ്ഥാനാർത്ഥികളെ അനൗൺസ് ചെയ്യാൻ തന്നെ തീരുമാനിച്ച് മുന്നോട്ട് പോകും. മുന്നണി ചർച്ചകൾ കഴിഞ്ഞ് കോൺഗ്രസ് സ്ഥാനാർത്ഥി നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഒരു പ്രയാസവും കോൺഗ്രസ് സ്ഥാനാർത്ഥി ഉണ്ടായിട്ടില്ല. ഉണ്ടാവും. ഞങ്ങളുടെ പാർട്ടി ജനാധിപത്യ പാർട്ടി ആയതുകൊണ്ട് നേതാക്കന്മാർക്ക് എല്ലാവർക്കും ഒരുപോലെ പറയാനുള്ള അവകാശമുള്ളതുകൊണ്ടും, ഏത് CPM-നെ പോലെ അല്ലല്ലോ, അവിടെ ഒരാൾക്കല്ലേ പറയാൻ അവകാശമുള്ളൂ. ഇവിടെ എല്ലാവർക്കും പറയാൻ അവകാശമുള്ളതുകൊണ്ടും സീറ്റ് ചർച്ചകളിൽ ചില ചർച്ചകൾ ഉണ്ടായിട്ടുണ്ട്. അത് നല്ലതാണ്. ഓരോ സീറ്റിനെക്കുറിച്ചും ചർച്ച വന്ന് ആ സീറ്റിൻ്റെ മെറിറ്റിനെ കുറിച്ച് പോകുന്നു, സ്ഥാനാർത്ഥിയുടെ മെറിറ്റിനെ കുറിച്ച് പോകുന്നു, നല്ലതാണെന്നാണ് വിശ്വാസം. അതുകൊണ്ട് ഒരു വൈകല്യം ഉണ്ടായിട്ടില്ല. വി ആർ എഹെഡ്. പിന്നെന്താ സംശയം? നിങ്ങൾ സുധാകരൻ്റെ വിഷയം എന്തായിരുന്നു കഴിഞ്ഞ 2-3 ദിവസക്കാലം നിങ്ങൾ ഉണ്ടാക്കിയത്? ഇന്ത്യ രാജ്യത്ത് ഉണ്ടാക്കിയ ഏറ്റവും വലിയ പ്രതിസന്ധി. മിഞ്ഞാന്ന് വൈകുന്നേരം സുധാകരൻ്റെ പ്രസ്താവന കണ്ടാൽ മനസ്സിലായില്ല. എനിക്ക് എത്രയോ വലുതാണ് പാർട്ടി. ആ ഒറ്റ വാചകത്തിൽ തന്നെ. അതാണ് കേരളത്തിലെ കോൺഗ്രസ്സുകാരൻ്റെ വികാരം. ശരി, നമസ്കാരം. അല്ല, ഇതാണ് ടാർഗറ്റ്. ഇന്നത്തെ ടാർഗറ്റ് ഇതാണോ? ഇത് ചോദിക്കാനാണോ ഇന്നത്തെ ടാർഗറ്റ്? അവിടെ നിന്ന് പറഞ്ഞു തന്നതാണല്ലേ. ഈ ചോദ്യമാണ് ചോദിക്കേണ്ടത്. എല്ലാവരും KC-യുടെയും സതീശൻ്റെയും രമേശിൻ്റെയും ശശി തരൂരിൻ്റെയും സുരേഷിൻ്റെയും എല്ലാവരുടെയും സ്ഥാനാർത്ഥികളാണ് കോൺഗ്രസ്സിലല്ല. കോൺഗ്രസ്സിൽ അങ്ങനെ ഒരാളും ഇല്ല. അത് CPM-ൽ ഒരാളെ തീരുമാനിക്കാൻ പാടുള്ളൂ. ആ തീരുമാനിച്ചാലേ നടക്കുള്ളൂ. അതാണ് ആ ഗോവിന്ദൻ മാഷൊക്കെ തളിപ്പറമ്പിലെ ഗോവിന്ദനും സുധാകരനൊക്കെ പറയുന്നത്. അതാണ്. അവിടെ വേറെ ആർക്കും തീരുമാനമാക്കുക. ഇവിടെ എല്ലാവർക്കും തീരുമാനിക്കാൻ അവകാശമുണ്ട്. ഇവിടെ എല്ലാവരുടെയും സ്ഥാനാർത്ഥികളാണ്. നമസ്കാരം. 25-ന് കോഴിക്കോട്.